ഹലോ ഡിയേഴ്സ്, 2026 +1 കെമിസ്ട്രിയുടെ വെയിറ്റേജ് മാറുമോ? വെയിറ്റേജ് മാത്രം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്താൻ സാധിക്കുമോ എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. വെയിറ്റേജ് മാത്രം നോക്കിയിട്ടല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ അതിനകത്ത് ഫോളോ ചെയ്യണം എന്നെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതിനകത്ത് പറയുന്ന പോലെ ചെയ്യുന്നവർക്ക് ഒരു കിഡിലൻ ഫ്രീ മെറ്റീരിയൽ നമ്മൾ നൽകാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അത് ലഭിക്കുന്നതിന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നിങ്ങൾ ചോദിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ PDF യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിന്റെ PDF ഉടനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പം ഈ വീഡിയോയിലെ PDF പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് കിട്ടില്ല. അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യണം. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതൊരു അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ വെയിറ്റേജ് 2024 ഇങ്ങനെയാണ് വന്നത്. 2025 ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ 2026 ഇങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ ഇതേപോലെ ഇത് 2024 2025 ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ മോഡൽ എക്സാമിന് കഴിഞ്ഞ വർഷം മാറ്റം വന്നു. എന്തായാലും അപ്പം വെയിറ്റേജിന് വേണ്ടിയിട്ട് വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് കടക്കാം. ആദ്യം ഞാൻ പറയാം, അതിനകത്ത് പല സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങളിപ്പം അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ട ഡീപ്പർ അതിനകത്ത് വല്ലാണ്ട് അധികം അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികം അതിനകത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാറ്റഗറൈസ് ചെയ്തിട്ട് മോഡൽ എക്സാം ആകുമ്പോഴേക്കും അതൊക്കെ അങ്ങ് സെറ്റാക്കാം. പിന്നീട് ആ ഒരു റിവിഷൻ്റെ ടൈമിലോട്ട് വരുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് മൂവ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ചില ചാപ്റ്റേഴ്സൊക്കെയാണ് അതിനകത്തുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതല്ല, നിങ്ങളിപ്പം ആകെ കൺഫ്യൂഷനാണ്, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, വല്ലാണ്ട് അങ്ങോട്ടൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് നോക്കാം. ഒന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പം ഇതിനകത്തെ സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ 11 മാർക്കാണ്. കാരണം അതിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മസ്റ്റായിട്ടും ആ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഓപ്പോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ബോർ മോഡല്, ഹൈഡ്രജൻ സ്പെക്ട്രം, ലെമാൻ, ബാമർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന ആ സംഭവങ്ങൾ. അതുപോലെ തന്നെ അതിൽ റുദർഫോർഡ് തന്നെ അതിൻ്റെ കൺക്ലൂഷൻ, അതിൻ്റെ ഒബ്സർവേഷൻ, അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്, ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതാണോ വന്നത് അതനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ. കാരണം റുദർഫോർഡ് മോഡലും റുദർഫോർഡ് ഒബ്സർവേഷനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. പക്ഷേ കഴിഞ്ഞ വർഷം വന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ വളരെ ഈസി ആയിരുന്നു. അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഇതുപോലെ ചാപ്റ്റർ വൈസ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം അതിനകത്ത് പറഞ്ഞു. ഇനി ഏത് പഠിക്കണം? കെമിക്കൽ ബോണ്ടിങ് വളരെ സിമ്പിളാണ്, അതിനകത്തും 10 മാർക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? നമ്മൾ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പഠിക്കണം, അത് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഓരോ ചാപ്റ്റർ വൈസ് എങ്ങനെ പഠിക്കണം, ഇനി ഏതാണ് പഠിക്കേണ്ടത് എന്നെല്ലാം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പം ഏതെങ്കിലും അതിനകത്ത് SLCയിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു, പക്ഷേ +1 വന്നപ്പം കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട്, കോൺസെപ്റ്റുകളൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ആകാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. എന്നിട്ട് വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം വളരെ ലോ സ്കോറിലുള്ള സ്റ്റുഡൻസിനെ വരെ മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ മുൻവർഷങ്ങളിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ 6 മാർക്കുമായിട്ട് വന്ന് ഫെയിലായി വന്നൊരു സ്റ്റുഡൻ്റാണ്. ഇത് ഞാൻ കാണിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നല്ല പഠിക്കാൻ കഴിവുള്ളവരെ അതിനകത്ത് അവർക്ക് കാര്യങ്ങൾ അവർ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ അങ്ങ് പഠിച്ചോളൂ. പക്ഷേ നമ്മളിവിടെ റിസൾട്ട് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഡപടലം പൊട്ടിയവർക്ക് വരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഇവർ +2 ഫെയിലായിട്ട് സേ എക്സാമിനാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുന്നത്. എന്നിട്ട് സേ എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ കുറഞ്ഞ സമയം, ചിലരൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആവുക, 10 15 ഒക്കെ ദിവസം അതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് പോലും മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 6 മാർക്ക് 32, അതുപോലെ 9 31, അതുപോലെ തന്നെ 16 ഇവർ +1 ഫിസിക്സ് ഫെയിലായിട്ട് അതിനകത്ത് +2 അങ്ങനെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഫെയിലായി വന്നിട്ട് കുറഞ്ഞ സമയം കൊണ്ട്, ഇവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു, അതുപോലെ ഫിസിക്സും ഫെയിലായിരുന്നു. ഫിസിക്സൊക്കെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് പോലും അറൗണ്ട് 40-നടുത്ത്, അതായത് ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലെ ഒരു റിസൾട്ട് ഞാൻ കാണിക്കാം. ഇതെല്ലാം അതിനകത്ത് സേ ബാച്ചിലെ റിസൾട്ടുകളാണ് ഇതിനകത്ത്. കാരണം ഇത് കാണിക്കാൻ കാരണം കണ്ടോ, 5 മാർക്കൊക്കെ ആയിട്ട് അഡപടലം പൊട്ടിയവരെ വരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇവർ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞത് കുറച്ചുകൂടി നേരത്തെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി മാർക്ക് നേടാമായിരുന്നു എന്നാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് വളരെ എന്താ പറയുക. അതുമാത്രമല്ല, നമ്മുടെ ബാച്ചിൽ ഇപ്പം ചില സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വരുന്ന സ്റ്റുഡൻസ് തന്നെ പിന്നീട് നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ബാക്കി സബ്ജക്റ്റുകൾക്ക് കൂടി നമ്മൾ ജോയിൻ ആവുന്ന അതിനകത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്.
പിന്നീട് നോക്കൂ നിങ്ങൾ, ഇവരുടെ ഒരു കേസ് ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ബാച്ചിലെ ഒരു കേസ്. ഇവർ SSLCയിൽ എന്താണ് ഒരു മിനിമം എന്താ പറയുക, ഒരു 5 A+ എന്നൊക്കെ പറഞ്ഞാൽ ലാംഗ്വേജിലൊക്കെ എല്ലാവർക്കും A+ കിട്ടൂലേ, ബാക്കി ഒരു 3-4 A+ എന്ന് പറയുന്ന ഒരു മിനിമം A+ ആണ്. ആ മാർക്ക് വാങ്ങിച്ച ഒരു അത്രയും മിനിമം ലെവലിൽ ഒരു A+ വന്ന സ്റ്റുഡൻറ്റിന് പോലും നോക്കൂ നിങ്ങൾ, ഇവിടെ ഫിസിക്സിൽ 52 റീവാലുവേഷന് ഇവർ അപ്ലൈ ചെയ്തിട്ട് ഫിസിക്സിൽ ഇവർക്ക് എത്രയായിട്ടുണ്ട്, 52 ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഫിസിക്സിൽ 52 ആയിട്ടുണ്ട്. ദെൻ കെമിസ്ട്രിയിൽ 56 അറൗണ്ട് ഫുൾ മാർക്കിന് എടുത്ത് വന്നു. ബയോളജിയിൽ 58 അറൗണ്ട് ഫുൾ മാർക്കിന് എടുത്ത് വന്നു. മാത്സ് ആണെങ്കിലും മാത്സ് സ്കൂളിൽ പഠിച്ചിട്ടില്ല, അവരുടെ സ്ട്രീമിൽ മാത്സ് ഇല്ല, അവർ വേറൊരു സ്ട്രീമാണ്. പക്ഷേ മാത്സ് അവർക്ക് ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചവർ അതിനകത്ത് മാത്സിലോട്ട് വന്നതാണ്. എന്നിട്ട് പോലും അവർക്ക് വലിയ സീരിയസ്നെസ് കൊടുക്കാതെ പഠിച്ചിട്ടും ഈ അറൗണ്ട് 45-നടുത്ത് മാർക്ക് കിട്ടി എന്നുള്ളത്. അപ്പം എന്നാലോ ഒരുപാട് പേര് ഞാൻ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത സ്റ്റുഡൻസിനകത്ത് പലരും എനിക്ക് പറഞ്ഞത് എന്നോട് അവർ SLCയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ +1 മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്ന +2 ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും +1 സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എവിടെ നിന്ന് പഠിക്കണമെന്നറിയില്ല, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്പർ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇവരും അങ്ങനെ തന്നെ, ഇവർ +1 ഫിസിക്സിൽ 8 മാർക്കാണ്, നോക്കിയാൽ അറിയാം. നോക്കൂ ഇവിടെ +1 ഫിസിക്സിൽ 8 മാർക്കാണ്, എന്നിട്ട് ഇതാ 8 മാർക്ക്. അപ്പം അവിടെ നിന്ന് തന്നെ 10 മാർക്കിന് പോയി. പിന്നെ +2ൽ 5-7 കണ്ട ഫിസിക്സിൽ. അങ്ങനെ +1ലെയും +2 ഒരുമിച്ച് പാസ്സാവണമായിരുന്നു. എക്സാമിന് അനുബന്ധിച്ചാണ് അവർ വരുന്നത്. അങ്ങനെ ആ കുറഞ്ഞ സമയം കൊണ്ട് ഫിസിക്സ് ഒരു 10-12 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഇവർ 28-ലോട്ടും അതുപോലെ അവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു 29-ലോട്ടും ഒക്കെ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഇവരൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു കേട്ടോ, അഡ്ഡപടലം പൊട്ടിയവരായിരുന്നു. അപ്പോൾ അവരെയാണ് കോഡുകളും ട്രിക്കുകളും ഒക്കെ പറഞ്ഞ് മികച്ച റിസൾട്ടിലോട്ട് എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിനകത്ത് ഈ കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഞാൻ ഈ ഒരു നമ്പർ ഇവിടെ എഴുതാം കേട്ടോ, അതിൽ കോൺടാക്ട് ചെയ്യാം. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാനും കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നമ്പർ ഇതാണ് 77 36 70 70 45. ഇനി നമ്മളതിനകത്ത് അപ്പം ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു മൊളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് മൊളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ബോണ്ട് ഓർഡർ കാണാൻ NB-NA/2 അത് പഠിക്കണം. BSc-PR തിയറി, H2Oയുടെ NH3യുടെ ഒക്കെ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഹൈബ്രിഡൈസേഷൻ, അതുപോലെ തന്നെ അപ്പോൾ ഹൈബ്രിഡൈസേഷൻ സംഭവങ്ങൾ SF6 PCl5 അതിൻ്റെ കാര്യങ്ങൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ പഠിക്കണം, സ്ട്രക്ചർ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷന് കാര്യങ്ങൾ, ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് ഇനി കെമിക്കൽ ബോണ്ടിങ് അപ്പോൾ നിങ്ങൾ 10 മാർക്കിന് പഠിച്ചു. അപ്പോൾ ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോസ് നമ്മൾ ചെയ്യാം. ചാപ്റ്റർ വൈസ് ഓരോന്നിനും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി വീഡിയോയുടെ. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഏതാണ് ഇതിപ്പം ഞാൻ മോഡലിൻ്റെ ആണല്ലേ, മോഡലിൻ്റെ വെയിറ്റേജ് ആണ്. അതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം, പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജ്. അപ്പം അതിനകത്ത് സ്ട്രക്ചർ ഓഫ് ആറ്റ് നമ്മൾ പറഞ്ഞു, കെമിക്കൽ ബോണ്ടിങ് നമ്മൾ രണ്ടാമത് പറഞ്ഞു. ഇനി ഇക്വിലിബ്രിയം പഠിക്കാം, കാരണം അതിനകത്തും 10 മാർക്കുണ്ട്. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനകത്ത് മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒന്നാണ് ബഫർ സൊല്യൂഷൻ, അതുപോലെ കോമൺ അയോൺ എഫക്റ്റ്. പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. KP/KC റിലേഷന്, ഹെറ്ററോജിനസ് എക്വിലിബ്രിയം, ഹോമോജിനസ് എക്വിലിബ്രിയം, ലേ ഷാൻഡിയർ പ്രിൻസിപ്പിൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അത് ഒരിക്കലും പഠിക്കാണ്ട് പോകരുത്, അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചിലർ വിചാരിക്കും അതിനകത്ത് ന്യൂമറിക്കൽ അതും എളുപ്പമാണ്, അതിനകത്ത് pH കാണാനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. ഇക്വിലിബ്രിയം ഒരുപാട് തിയറി ഉള്ള ഒരു ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. ദെൻ ചിലർക്ക് ചിലപ്പോൾ ഓർഗാനിക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർഗാനിക്കിലോട്ട് പോകുന്നവരുണ്ടാകാം. പക്ഷേ കുറച്ചുകൂടി നിങ്ങൾ നോക്കൂ ഇവിടെ അതിനകത്തെ ഓർഗാനിക് ഇനി ഭയങ്കര പെട്ടെന്ന് പഠിക്കാൻ ഓർഗാനിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കിലോട്ട് മൂവ് ചെയ്യാം. പക്ഷേ നോക്കൂ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസും തെർമോഡൈനാമിക്സും അത് രണ്ടും കൂടി കൂട്ടിയാൽ നോക്കിയേ 9 7 16 മാർക്കില്ലേ. ഓർഗാനിക്കിൻ്റെ ഈ 2 ചാപ്റ്റർ പഠിക്കാൻ തന്നെ എത്ര സമയമെടുക്കും? അപ്പം അത് എന്നിട്ട് തന്നെ 20. പക്ഷേ ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് തെർമോഡൈനാമിക്സും ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ട് 16 മാർക്ക് വാങ്ങിച്ചൂടെ? അപ്പോൾ അതൊരു കിഡിലൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതൊരിക്കലും ആ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ വിട്ട് കളയരുത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം തെർമോഡൈനാമിക്സിലെ എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അതുപോലെ SS ലോ, അതുപോലെ അതിൻ്റെ SS ലോയുടെ ന്യൂമറിക്കൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിന് സിമ്പിൾ ട്രിക്കുണ്ട്. വേണമെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് മുന്നേ ഞാൻ ആ വീഡിയോ ചെയ്യാം. വളരെ സിമ്പിളാണ്. കാരണം തെർമോഡൈനാമിക്സിലെ ഒരു പ്രോബ്ലം അല്ലാണ്ട് മാറും നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ.
പിന്നെ അതിൽ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതുപോലെ സ്പോണ്ടാനിറ്റി, ഗിബ്സ് എനർജി ഇക്വേഷൻ കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഭയങ്കര എളുപ്പമാണ്, അതിനകത്ത് പഠിച്ചെടുക്കാവുന്നതാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. എൻട്രോപ്പി, സ്പോണ്ടാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും എളുപ്പമാണ്. അവിടെ IUPACയും അബ്നോർമൽ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ, ക്രോമിയം, പിന്നെ അതിനകത്ത് നമ്മുടെ ട്രെൻഡ് അലോങ് ദ പീരീഡ്, ഡൗൺ ദ ഗ്രൂപ്പ്, ഒക്കെ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ ഇലക്ട്രോൺ എപ്പോഴും ചോദിക്കുന്നതാണ്, ക്ലോറിൻ്റെ ഗെയിൻ എന്താൽപ്പി കൂടുതൽ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലാണ് ഫ്ലോറിനേക്കാൾ എന്തുകൊണ്ട്. അതുപോലെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ സ്കെയില്, അതുപോലെ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, റേഡിയസ്, അതിൻ്റെയൊക്കെ ഡൗൺ ദ ഗ്രൂപ്പ്, അലോങ് ദ പീരീഡ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചാൽ എളുപ്പത്തിൽ കവർ ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി 1 വലിയൊരു ചാപ്റ്ററാണ്, മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം അത് പഠിച്ചിട്ട് ശരിക്കും ഓർഡർ വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ മെക്കാനിസം കാര്യങ്ങളും പറയുമ്പോൾ മെക്കാനിസം മനസ്സിലാക്കിയാലാണ് ഈ 2 പഠിക്കാൻ പറ്റുക. പക്ഷെ എന്നിരുന്നാലും ഇനിയിപ്പോൾ ഒന്നിപ്പോൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കാണാതെ പഠിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് പലതും കാണാതെ പഠിക്കാനാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ 2. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതിനകത്ത് വലിയ രീതിയിൽ മെക്കാനിസം കാര്യങ്ങളാണ് വരുന്നുണ്ട്. ബെൻസിൻ്റെ ഭാഗത്ത് ഇലക്ട്രോഫിലിക് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും 2 അതിനകത്ത് പഠിക്കാവുന്നത് തന്നെയാണ്. ഒന്നിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പിന്നീട് മാറ്റി വെച്ചാൽ 2 എടുത്ത് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. പിന്നെ അപ്പോൾ 2 ആണെങ്കിൽ വുഡ്സ് റിയാക്ഷന്, മാർക്കോനിക്കോഫ്, ആൻറ്റി മാർക്കോനിക്കോഫ്, അതുപോലെ തന്നെ അതിൻ്റെ കാരാഷ് എഫക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി, പിന്നെ നമ്മുടെ സോഹോസ് ന്യൂമാൻ പ്രൊജക്ഷൻ, എക്ലിപ്സ്, സ്റ്റാഗേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ സിസ്, ട്രാൻസ്, അങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് 10 മാർക്കും ഉണ്ട്. ഒരിക്കലും വിട്ട് കളയരുത് രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തേതാണെങ്കിൽ അതിനകത്ത് ഒരു എന്താ പറയുക, ചാപ്റ്റർ വലുതാണെങ്കിലും അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഏരിയകൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ്. അതിനകത്ത് ഐസോമറിസം, സ്ട്രക്ചറൽ, അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. IUPAC നെയിമിങ് ചിലത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിലതൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ അതിനകത്ത് പ്യൂരിഫിക്കേഷന്, അതുപോലെ ഡിറ്റക്ഷൻ, എസ്റ്റിമേഷനൊക്കെ ഫുൾ തിയറിയാണ്. അപ്പോൾ അത് പഠിക്കാവുന്നവർക്ക് അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന ഭാഗങ്ങൾ ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല്, അതുപോലെ തന്നെ നമ്മുടെ ഹെട്രോലിറ്റിക് ഫിഷൻ, ഹോമോലിറ്റിക് ഫിഷൻ, അതുപോലെ നമ്മുടെ ഇലക്ട്രോമറിക് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, അതുപോലെ തന്നെ റെസനൻസ്, +R, -R, അതൊക്കെ ഭയങ്കര സിമ്പിളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷേ കുറച്ച് ലെങ്ത് ഉള്ളൊരു ചാപ്റ്ററാണ്. ഇനിയും അത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ പറയുക, ഹൈ വെയിറ്റേജ്, നിങ്ങൾ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് അതിനകത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ ഓർഡറിൽ എല്ലാം ഇമ്പോർട്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലോട്ട് NCERT അതിനകത്ത് ഇതിൽ കവർ ചെയ്യാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ NCERT വായിക്കാം. ഒപ്പം NCERTയുടെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ നോക്കേണ്ടത് എല്ലാറ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കവർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, പിന്നെ റെഡോക്സും നിങ്ങൾ വിടണ്ട. അതിനകത്ത് ബാലൻസിങ്, അതുപോലെ തന്നെ അതിൽ ഒരു 5 മാർക്ക് വെയിറ്റേജ് ആണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ചാപ്റ്റേഴ്സും 1 by 1 പഠിച്ച് നമ്മൾ പറഞ്ഞ ഓർഡറിൽ പോവുക. അപ്പം നിങ്ങൾക്ക് ഇനി അതിനകത്ത് ഏതൊക്കെ വീഡിയോസ് വേണം, ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ, സ്ട്രാറ്റജീസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ PDF-ൻ്റെ കാര്യം പറഞ്ഞില്ലാലേ. ആ PDF എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ട് 9 മാർക്ക് സിമ്പിൾ ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ PDF ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് കാര്യങ്ങൾ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.